ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിസാസ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടായി ചിക്കൻ കറിയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങാപ്പാലിനായിട്ട് നമ്മളിവിടെ ഒരു തേങ്ങ എടുക്കുന്നുണ്ട്. ആ തേങ്ങ നല്ലപോലെ ചിരവി തേങ്ങാപ്പാൽ നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഈ കറി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ, പിന്നെ ഇവിടെ നമ്മൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്. ഇവിടെ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ 1-ാം പാല്, 2-ാം പാല്, പിന്നെ നമ്മളിവിടെ കാഷ്നട്ട്സ് എടുക്കുന്നുണ്ട്. പിന്നെ മസാലാസായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, അങ്ങനെയാണ് നമ്മൾ മസാലാസ് എടുക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിത് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഇതാദ്യം നല്ലപോലെ ഒന്ന് ഇളകി മിക്സായി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെ മിക്സ് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് 4 മസാലപ്പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നല്ലപോലെ എല്ലാം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, കാഷ്നട്ട്സ് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് കുറച്ച് 2-ാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ടെടുക്കാം. നമ്മുടെ കാഷ്നട്ട് പേസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 1-ാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാറില്ല. പക്ഷേ ഈ കറിയുടെ ടേസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോഴാണ്. ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്